അസ്സലാമലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനോട് മയത്തിൽ പെരുമാറുന്നില്ല, ഒരു സഹകരണമില്ല, അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയില്ല എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഒത്തൊരുമയുടെ, അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് മറച്ചു വെക്കുക, അല്ലെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരിക, അതിനൊക്കെയുള്ള ഒരു രണ്ട് ഇസ്മിനെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ടാകാൻ ഇതിലും വലിയ നല്ലൊരു ഇസ്മ വേറെ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മളോട് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മയത്തിലും സ്നേഹത്തോടെയും പെരുമാറുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നല്ലതുപോലെ നോക്കുവാനും, അതുപോലെ തന്നെ നമ്മളെ ആലോചിക്കുമ്പോൾ തന്നെ, ഭർത്താവിന് ഭാര്യയ്ക്ക് നമ്മളെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഒരു സ്നേഹം വരാൻ, അല്ലെങ്കിൽ വെറുപ്പ് തോന്നാതിരിക്കാൻ, അതുപോലെ തന്നെ ബന്ധം പിരിയേണ്ട സാഹചര്യം വരെ എത്തിയാലും നമ്മളെ അതിൽ നിന്ന് കാക്കുന്നതിന് വേണ്ടി, നമ്മൾ ഹയറായിട്ടുള്ള ആണ് എന്നുണ്ടെങ്കിൽ ആ ബന്ധം ഒളിഞ്ഞു പോകാതിരിക്കുക, അല്ലേ? അതിനു വേണ്ടിയിട്ട് ഏതൊക്കെ ഇസ്മുകളാണ് ചൊല്ലേണ്ടത്? അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട രണ്ട് ഇസ്മുകളാണ് ചൊല്ലേണ്ടത്. യാ വദൂദ് യാ അല്ലാ, അതുപോലെ തന്നെ യാ മജീദ് യാ അല്ലാ എന്ന രണ്ട് അത്ഭുതങ്ങൾ നിറഞ്ഞ അതിമഹത്തായ ഇസ്മുകളാണ്. ഇതിനു വേണ്ടി മാത്രം പ്രത്യേകിച്ച് ചൊല്ലുവാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയ ദിക്റുകൾ പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് തന്നെ. കാരണം സ്നേഹം കിട്ടുവാൻ, മറ്റുള്ളവരിലുള്ള സ്നേഹം കിട്ടുവാനും, അതുപോലെ തന്നെ നമ്മളോട് സ്നേഹത്തോട് പെരുമാറുന്നതിന് വേണ്ടിയിട്ട്, നമ്മളോട് മയം ഉണ്ടാകാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെയും കാര്യങ്ങൾ നല്ല രീതിക്ക് ഭർത്താവും ഭാര്യയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള നല്ലൊരു ഇസ്മാണ്. ഇൻഷാ അല്ലാഹ് ഈ രണ്ട് ഇസ്മുകളും നിങ്ങൾ എന്ത് ചെയ്യുക? ദിവസവും 100 വെച്ച് ചൊല്ലുന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. പക്ഷേ നിങ്ങൾക്ക് സമയക്കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 7 തവണ വീതവും ചൊല്ലാം. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും, അതായത് നമ്മൾ ദിക്ർ എടുക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ ദിക്ർ എടുക്കുന്ന സമയങ്ങളിലുണ്ടല്ലോ, അത് വേണമെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് ഒരു 20 അല്ലെങ്കിൽ 7 അങ്ങനെ എണ്ണം കണക്കാക്കി നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ചൊല്ലുവാനും അതുവഴി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഹൈറാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അറിയുന്ന ആളുകളിലോട്ട് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ കിട്ടുന്ന ഒരു സ്വതക്കയാണ്, അത് പാഴാക്കാതിരിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ കൂടി ഒന്ന് കയറി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ദുആയ്ക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ദുആയാണ് നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, കടം തീർക്കാനും, അതുപോലെ തന്നെ കല്യാണം നല്ല രീതിക്ക് നടക്കുവാനും, അതുപോലെ തന്നെ ജീവിതത്തിൽ ബറക്കത്തും ഐശ്വര്യം കിട്ടുവാനും, ജോലി കിട്ടുവാനും, മക്കൾ നന്നാകാനും, മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുആയി അസ്മാഉൽ ഹുസ്നയെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? അത് കയറി കാണുക, കണ്ടിട്ട് ജീവിതത്തിൽ അത് പകർത്തുക. ഓരോ കാര്യങ്ങളും ചൊല്ലുമ്പോഴും എന്നെ മറക്കാതിരിക്കുക. എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അതുപോലെ തന്നെ ഹൈറായ രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാനും, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ വയനാട്ടിലെ സ്ഥിതിഗതികൾ അറിഞ്ഞു കാണുമല്ലോ. ഏകദേശം ഒക്കെ ഒരു സമാധാനപൂർണ്ണമുള്ളതായി എന്ന് തോന്നുന്നു. എന്നാലും പലർക്കും ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഉറ്റവരുമില്ല, ഉടയവരുമില്ലാത്ത ജീവിതമൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാവുന്നതാണ് എത്രത്തോളം അതിന്റെ ആഴം എന്നുള്ളത്. എന്നാലും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ നിങ്ങൾ ഓർമ്മിക്കുക, ദുആയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനി അവിടെ ബാക്കി ശേഷിക്കുന്നവർക്ക് ജീവിക്കുവാനുള്ള ആ ഒരു കരുതലും, അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും, അല്ലെങ്കിൽ ആ
അവരുടെ ഒരു എന്താ പറയുക, ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.